അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൊവിനോയുടെ ഐഡന്റിറ്റി OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് കുറേ ഗ്രൂപ്പിലും പേജസിലും ഒക്കെ കുറേ പോസ്റ്റ് പടത്തെ പറ്റി വരുന്നുണ്ടായിരുന്നു. കളിയാക്കി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. എന്താണ് അങ്ങനെ വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാവും. ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഓൾറെഡി തിയേറ്റർ വാച്ചിൽ തന്നെ എനിക്ക് ഈ ഒരു പടത്തെ പറ്റി തോന്നിയ കാര്യം തന്നെയായിരുന്നു ഇതിപ്പോൾ 2 ജനറായി പോയല്ലോ എന്നൊരു കാര്യം. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് പോലെ അല്ലായിരുന്നു സെക്കൻഡ് ഹാഫ്. തുടക്കം ഒരു ക്രൈം ത്രില്ലർ പോലെ തുടങ്ങി സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലറിലേക്ക് പടം ഷിഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരുപക്ഷെ ഒരു ക്രൈം ത്രില്ലർ രീതിയിൽ തന്നെ പോയിരുന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ പടത്തിന് വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടക്കം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും വിനറായി ആൻഡ് തൃഷ വരുന്ന കേസ് ആ രീതിയിൽ തന്നെ അന്വേഷിച്ച് ടൊവിനോയുടെ സ്കില്ല് ഉപയോഗിച്ച് കണ്ടെത്തുന്ന രീതിയിൽ തന്നെ പോയിരുന്നേൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ത്രില്ലറിന്റെ സ്ഥിരം ഫോർമാലിറ്റി തന്നെയാണ്, പക്ഷേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നേനെ. പക്ഷേ ഇതിൽ വിനറായെ വില്ലനുമാക്കി ആക്ഷൻ സീൻസും എല്ലാം കൂടി ആയപ്പോൾ ഒരു അവിയൽ വരുവായി. ഒന്നേലൊരു ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ, ഇത് രണ്ടും കയറ്റി കുളവായി എന്നാണ് എനിക്ക് തോന്നിയത്. തൃഷയെ ഈ ഒരു പടത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനൊരു ക്യാരക്ടറാണ്, ആ ഒരു രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ട്രോൾസ് കൂടുതലും വരുന്നത് ടൊവിനോയുടെ ക്യാരക്ടറെ കുറിച്ചാണ്. ഒരു ട്രോൾ ഞാൻ കണ്ടത് നമ്മുടെ സലാം കശ്മീരില്ലേ, അതിൽ ജയറാമിന്റെ ആ ഒരു നോട്ടം ഇല്ലേ, അത് ടൊവിനോയുടെ ശരിക്കുള്ള ഐഡന്റിറ്റി റിവീൽ ചെയ്യത്തില്ലേ, അപ്പൊ ഈ ഒരു സാധനം കൊണ്ട് ഇടും. അത് കൊള്ളായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കും തോന്നിയത് ആ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യുമ്പോൾ. പിന്നെ ടൊവിനോയ്ക്ക് ഒരു ഏറുപിടുത്തമുണ്ട്. അത് ശരിയാണ്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും ആ ഒരു ഏറുപിടുത്തം കാണാറുണ്ട്. പിന്നെ അതിലായിട്ട് തന്നെ ഇമോഷണൽ സീൻസ് ഇല്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വയ്യാത്തൊരു പയ്യനെ പോലെയാണ് ടൊവിനോ അതിനകത്ത് എക്സ്പ്രഷനൊക്കെ ഇടുന്നത് ആ ഒരു ഇമോഷണൽ സീൻസിലൊക്കെ. അത് ശ്രദ്ധിച്ചാൽ മതി. അർച്ചന കവിയായിട്ടൊരു സീനൊക്കെ ഉണ്ട്. ഈ ഒരു പടത്തിൽ മാത്രമല്ല അങ്ങനെ, ഇതിനു മുമ്പുള്ള പടത്തിലും ഈ ഒരു സെയിം അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കുപ്രസിദ്ധ പയ്യൻ എന്നൊരു സിനിമയുണ്ട് ടൊവിനോയുടെ, ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ടൊവിനോ ഒരു നല്ല നടനല്ല എന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല. പുള്ളിയോടുള്ള ഹെയ്റ്റും അല്ല ഇങ്ങനെ പറയാനുള്ള കാരണം. എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നല്ല ബഡ്ജറ്റുള്ള ഒരു പടമായിരുന്നു ഇത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നൊരു ഫീലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ മാത്രം എടുത്തിരുന്നതിൽ പടം കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. വിനയറായിനെയൊക്കെ ഏറ്റവും അവസാനം വില്ലനാക്കുമെന്ന് നമുക്ക് തുടക്കം തന്നെ മനസ്സിലാവും. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.